അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഒരു 30 days ചലഞ്ചാണ്. നമ്മൾ ഫേസിൽ നമ്മൾ ഒരു മാസ്ക് ഇട്ടിട്ട് നമ്മൾ 30 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഡേ 1 പിന്നെ ഇതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാം. അത് എല്ലാ ദിവസവും നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യണം എന്നില്ല, കാരണം അത് നമ്മുടെ സ്കിന്ന് ഇതാക്കും, എപ്പോഴും അതിനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യണ പോലെയല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരു വീക്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ്. സ്ക്രബ് ചെയ്തിട്ടായിരിക്കും ഫേസ് മാസ്ക് ഇടണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഫി പൗഡറും ഷുഗറും ആണ്. പിന്നെ അത് വെള്ളം വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ചില സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്, ഈ കണ്ണിൻ്റെ ഭാഗം, അവിടെയൊക്കെ സെൻസിറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ അധികം ഭയങ്കര ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കും. ഒരു കൈ കൊണ്ട് നടക്കില്ല, 2 കൈ കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നന്നായിട്ട് വരയ്ക്കാം. ഇത് വരയ്ക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഹോൾസിൽ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടാവും, അതിലുള്ള ചെടിയൊക്കെ പോയിട്ട് അതൊക്കെ നന്നായി ഓപ്പൺ ആവും. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. നമ്മൾ ചുണ്ടും ചെയ്യുക. ചുണ്ടും ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് അവിടുത്തെ നല്ല ന്യൂ സെൽസ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ലിപ്സിലും സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്ന് കുരുക്കളൊക്കെ വരുന്ന സ്ഥലമല്ലേ, ഇവിടെ നോസിൻ്റെ ഇവിടെ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, ഒരു 5 മിനിറ്റ്സ് മാക്സിമം ചെയ്താൽ മതി. സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യും. ഇവിടെയും നമ്മളധികം പ്രഷർ യൂസ് ചെയ്യുമ്പോൾ, കാരണം അവിടെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് വരികയാണ്. പിന്നെ വേറൊരു ഇതാണ്, നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരിക്കലും നെക്ക് ചെയ്യാതിരിക്കരുത്, കാരണം അല്ലെങ്കിൽ അത് രണ്ട് സ്കിൻ ടോൺ ആവും. സോ രണ്ടും ചെയ്യണം. ഒരു നാളെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റോളം സ്ക്രബ് ചെയ്തു. ഞാനത് ഇനി ഒന്ന് കഴുകി തരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി സ്ക്രബ് ഇട്ടിട്ട് നന്നായിട്ട് തരും. ഇപ്പോൾ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഫേസ് മാസ്ക് ഇടാൻ പോകുന്നത്. നന്നായിട്ട് തുടയ്ക്കുക ഫേസ് മാസ്ക്. ഇതാണ് ഫേസ് മാസ്കിൻ്റെ പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, കോഫി പൗഡർ, പിന്നെ ഇച്ചിരി ഒരു നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പാലാണ്. ഇത് വെച്ചാണ് നമ്മൾ മാസ്ക് മുഖത്തിടാൻ പോകുന്നത്. നന്നായിട്ട് ഇടുക. താഴെ കളയാതിരിക്കാൻ സൂക്ഷിക്കുക. ഇവിടെ ഞാൻ കണ്ണാടി ചെന്നിട്ട് അതാണ് ഞാൻ അങ്ങനെ നോക്കുമ്പോഴും. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കുഞ്ഞ് പാക്ക് ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മുമ്പേ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ ചുമ്മാ തോന്നി നല്ലതാണല്ലോ, എല്ലാവരും അറിയിച്ചേക്കാൻ പറ്റും വിചാരിച്ചു. നല്ലൊരിതാണ്. നമ്മൾ വീട്ടിൽ തന്നെ പാക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും.
ചുമ്മാ ആദ്യം ഒന്ന് ചുമ്മാ ചെറിയൊരു ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുക. കാരണം അതിൽ ചിലപ്പോൾ എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ശരി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പാച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ കഴുത്തിൽ മാറ്റരുത്. അതിൽ രണ്ട് ഇതായിരിക്കും ഇതിനെ ചുണ്ടും ഒരു ഇതായിരിക്കും. കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ അവിടെ ഡെഡ് സ്കിൻ സെൽസ് പോയിട്ട് നല്ല പ്യൂർ ആയിട്ടുള്ള സെൽസ് വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ചുണ്ടും സ്ക്രബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൂത്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങണം. ഇതൊരു അരമണിക്കൂറോളം വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് കാണാം. അരമണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി സെറ്റ് ആവും. കണ്ണിലൊക്കെ പുറകെ സൂക്ഷിക്കട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരത്തെ ഫേസ് മാസ്ക് ഇട്ടത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ ഭയങ്കരമായിട്ട് വലിച്ചില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടാൽ ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട്. ഇത് എഫക്റ്റിനൊന്നും അല്ല, എൻ്റെ ഒരു നോർമൽ ഇതാണ്, ക്യാമിൻ്റെയാണ്. ഇപ്പോൾ നന്നായിട്ട് ചെറിയൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എന്നും ചെയ്ത് നോക്കാം. നമുക്കൊരു 30 days ചാലഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ. ഇനിയിപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ലിപ് ബാം ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക. എന്നാലാണ് നമ്മുടെ ഒരു ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.